കോഴിക്കോട് വിജിൽ കൊലപാതക കേസിൽ നിർണായകമായ വഴിത്തിരിവ്. സരോവരത്തെ ചതുപ്പിൽ കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം വിജിലിൻ്റേത് തന്നെ. കണ്ണൂർ ഫോറൻസിക് സയൻസ് ലാബിലെ പരിശോധനയിലാണ് കണ്ടെത്തൽ. നേരത്തെ വിജിലിന്റെ അമ്മയുടെയും സഹോദരന്റെയും DNA സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ദീപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, സുഹൃത്തുക്കൾ പറഞ്ഞാണ് ഈ വിവരം പുറത്തറിഞ്ഞത്. വിജിലിന്റെ മരണം അതൊരു കൊലപാതകമാണ് എന്നറിഞ്ഞത്. പക്ഷേ അത് വിജിലിന്റെ തന്നെയാണോ മൃതദേഹമെന്ന് സ്ഥിരീകരിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ വാർത്ത ഫോളോ ചെയ്യാത്ത പ്രേക്ഷകരിലേക്ക് എന്താണെന്ന് സംഭവിച്ചത് ദീപക്? ഗുഡ് മോർണിംഗ്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. 2019 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വിജിലും ഒപ്പം തന്നെ വിജിലിൻ്റെ സുഹൃത്തുക്കളായ നിഖില്, ദീപേഷ്, രഞ്ജിത്ത് ഈ 3 അംഗ സംഘവും ചേർന്ന് സരോവരത്തേക്ക് എത്തുന്നുണ്ട്. അവിടെ വെച്ച് അവർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ വിജിൽ അവിടെ കുഴഞ്ഞിരുന്നു. പിന്നീട് പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടു എന്നുള്ളതാണ് പിന്നീട് മൊഴിയായിട്ട് ഈ പ്രതികൾ പറഞ്ഞിരിക്കുന്നത്. 2019 നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലിൻ്റെ തിരോധാനം എങ്ങനെ സംഭവിച്ചു എന്നുള്ള അന്വേഷണമാണ് നടന്നിരുന്നത്. ആ അന്വേഷണം ഒരു ഘട്ടത്തിൽ പോലീസ് വഴിമുട്ടി. പിന്നീട് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നു. ആ ഘട്ടത്തിലാണ് ചില തുറുപ്പുചീട്ട് കിട്ടുന്നത്. അങ്ങനെ ഒരു പ്രതിയിലേക്ക് എത്തുന്നു. ആ പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പോലീസ് പരിശോധന നടത്താൻ വേണ്ടി തുനിയുകയാണ്. അന്ന് പ്രതികൾ നൽകിയ മൊഴി എന്ന് പറയുന്നത് ഇങ്ങനെ ലഹരി ഉപയോഗിച്ചതിന് പിന്നാലെ വിജിൽ മരിച്ചു. അപ്പോൾ വിജിലിനെ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി സരോവരത്തെ ചതുപ്പിലേക്ക് കൊണ്ടുപോയി താഴ്ത്തി എന്നുള്ളതായിരുന്നു. പോലീസ് അത് വിശ്വാസത്തിലേക്ക് എടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിശ്വാസത്തിലെടുത്തത്. അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ചയോളം നീളുന്ന മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നമ്മൾ സരോവരത്ത് കണ്ടത്. ഒരു ഘട്ടത്തിൽ മഴയൊക്കെ വലിയ രീതിയിൽ വില്ലനായി വന്നു. അപ്പോൾ ഈ അസ്ഥി ഉൾപ്പെടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ആശങ്കയുണ്ടായി. പോലീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ അൽത്തുൽ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അന്വേഷിച്ചിരുന്നത്. ആ CIക്ക് ഉൾപ്പെടെ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ഇത്രയധികം തുക ചെലവഴിച്ച് ഏതാണ്ട് 7 മീറ്ററോളം താഴ്ചയിലേക്കൊക്കെ മണ്ണ് നീക്കിയാൽ തെളിവ് കിട്ടാതെ പോയാൽ എന്ത് ചെയ്യുമെന്നുള്ളത്. പക്ഷേ അന്വേഷണം കൃത്യമായ രീതിയിൽ പോയി. പ്രതികൾ നൽകിയ മൊഴി അനുസരിച്ച് അന്ന് നടത്തിയ പരിശോധനയിൽ 58 അസ്ഥി ഭാഗങ്ങളാണ് കണ്ടെടുത്തത്. ഒപ്പം തന്നെ വിജിലിന്റെ വസ്ത്രത്തിന്റെ ഭാഗവും ഷൂവും കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ഷൂ ആദ്യഘട്ടത്തിൽ കിട്ടിയപ്പോൾ തന്നെ ഇത് വിജിലിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചു. അപ്പോഴുമുള്ള സംശയം, പ്രതികൾ പറഞ്ഞതനുസരിച്ച് നടത്തിയ പരിശോധനയിൽ കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങൾ അത് വിജിലിൻ്റേത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കണമെന്നുള്ളതായിരുന്നു. ആ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് ഇത് അയച്ചിട്ടുണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കണ്ണൂർ ഫോറൻസിക് സയൻസ് ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ വിജിലിന്റെ അമ്മയുടെയും ഒപ്പം തന്നെ സഹോദരന്റെയും ഒക്കെ DNA സാമ്പിളുകൾ നേരത്തെ പോലീസ് ശേഖരിച്ചിരുന്നു. അതുമായുള്ള മാച്ചിങ് DNA പ്രൊഫൈലിംഗ് ആണ് നടന്നിരുന്നത്. അതിൽ കൃത്യമായി തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വിജിലിൻ്റെതാണ് എന്ന് സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഈ കേസിൽ അതീവ നിർണായകമായിട്ടുള്ള തെളിവെന്ന് പറയുന്നത് ഈ മൃതദേഹാവശിഷ്ടങ്ങളാണ്. അത് തത്വത്തിൽ സ്ഥിരീകരണത്തിലേക്ക് എത്തിയതോടുകൂടി എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പ്രതികളിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ സത്യം ഒന്നുകൂടി മറ നീക്കി ഉറപ്പിക്കുന്നു. പ്രതികൾ ചേർന്ന് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും പിന്നീട് ഒളിച്ചു വെക്കാൻ വേണ്ടി ചതുപ്പിലേക്ക് താഴ്ത്തുകയും ചെയ്തു എന്നുള്ളതാണ്. 3 പ്രതികളും നിലവിൽ റിമാൻഡിൽ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ മൃതദേഹ ഭാഗങ്ങൾ സ്വാഭാവികമായും ഈ DNA പരിശോധന ഫലം ഉൾപ്പെടെ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് കുടുംബത്തിന് വിട്ടു നൽകാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. ദീപക് മലയമ്മയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.